കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രാജാക്കാട്ടിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും. വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഫയർ സ്റ്റേഷൻ ഉടുമ്പൻചോല MLA എം എം മണിയുടെ ഇടപെടലിൽ NRCTയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫയർ സ്റ്റേഷനായി പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ NRCTയിൽ പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന വാടക കെട്ടിടത്തിലായിരിക്കും ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുക. ഇടുക്കി ജില്ലയിൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കാട്ടുതീയും ഒപ്പം തന്നെ പുഴയിലും മറ്റുമായി മുങ്ങിമരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന രാജാക്കാട്, രാജകുമാരി, ശാന്തൻപാറ, സേനാപതി, ബൈസൺവാലി പഞ്ചായത്തുകളിലാണ്. ഈ മേഖലകളിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഫയർഫോഴ്സ് എത്തുന്നത് അടിമാലി, മൂന്നാർ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ നിന്നും. ഇതിനാകട്ടെ 1 മണിക്കൂറോളം സമയമെടുക്കും. ഇത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജാക്കാട് കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയരുന്നത്. തുടർന്ന് ഉടുമ്പൻചോല MLA എം എം മണിയുടെ ഇടപെടലിൽ ഫയർ സ്റ്റേഷൻ അനുവദിച്ചു. ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ NRCTയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. രാജാക്കാട് പഞ്ചായത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒട്ടനവധി നാളത്തെ ഒരു പരിശ്രമമാണ് നമുക്ക് രാജാക്കാട് പഞ്ചായത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരിക എന്നത്. ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA മണിയാശാന്റെ നിരന്തരമായ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫയർ സ്റ്റേഷൻ ഇവിടെ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് നമ്മുടെ സതിച്ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനുവേണ്ടി ഒട്ടനവധി പ്രയത്നങ്ങൾ, ഇതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ നടത്തുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പരിശ്രമ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഫയർ സ്റ്റേഷൻ ഇവിടെ ഇന്ന് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഫയർ എഞ്ചിനും മറ്റു വാഹനങ്ങളും നിർത്തിയിടുന്നതിനുള്ള സൗകര്യവും ഒപ്പം ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യവും നിലവിലുള്ള കെട്ടിടത്തിലുണ്ട്. ആവശ്യത്തിന് ജലലഭ്യതയും ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രാജാക്കാട്ടിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. സിറ്റി വിഷൻ, രാജാക്കാട്.